നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാ ഞാൻ ഈ ടെറസിൽ ഫുട്ബോൾ കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ശുദ്ധവായു ശ്വസിച്ച് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ട് വെച്ചാലും എനിക്കൊട്ടത് ആസ്വദിക്കാനും പറ്റില്ല. ഒരു അഡ്വഞ്ചറസ് ലൈഫൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ദൈവം ഇങ്ങനൊരു വിദ്യ തന്നെ. ജനിച്ചപ്പോൾ തൊട്ട് ഒപ്പമുള്ളൊരു അസുഖമാണ് ഈ ആസ്മ. നമ്മുടെ ഈ പച്ചപ്പ് നിറഞ്ഞ ഭൂമിയെ മനുഷ്യനൊരു കരിയില രൂപത്തിലാക്കി. ഇപ്പൊ എന്തായി, എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ജീവശ്വാസത്തിനായിട്ട് നാടുവിടേണ്ട അവസ്ഥയായി. ഈ ശ്വാസമുട്ട് ആസ്മ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ ഫീലുണ്ടല്ലോ, അത് ഇങ്ങനെയായിരിക്കും. മരണം മുന്നിൽ കാണുന്ന ഈ സമയത്ത് എൻ്റെ ഇൻഹേലർ കൈ കിട്ടുമ്പോഴേ ജീവൻ തിരിച്ചു കിട്ടിയൊരു ആശ്വാസമാവും. ചിലപ്പോഴൊക്കെ ഞാൻ വിധിയെ കുറ്റം പറയെങ്കിലും ഒന്നാലോചിച്ചാൽ തോന്നും, ഇതിലും വലിയ അസുഖമുള്ള വേദന സഹിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട്. അവരെല്ലാം എന്നിട്ടും ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണില്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കുള്ള ഈ അസുഖമൊന്നും ഒന്നുമല്ല. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിക്കണം. ഇതൊന്നും അല്ലാണ്ട് സ്വന്തം വിധി അവനവൻ തന്നെ തീരുമാനിക്കുന്ന ചില ടീംസ് ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കുറച്ച് കൂട്ടുകാരനെ. നല്ല ആരോഗ്യം ഉണ്ടായിട്ടും പുക വലിച്ച് സ്വന്തം ശരീരം കേടാക്കണ കാണുമ്പോഴേ ശരിക്ക് സങ്കടം വരും. എനിക്ക് എത്രയൊക്കെയായാലും ഈ അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മരിക്കില്ല. ദൈവം നമുക്ക് നൽകിയ ഒന്നും ചീത്തയാക്കാനുള്ള അവകാശം നമുക്കില്ല. അല്ല, ഉപദേശിക്കാൻ ഞാൻ ആളല്ല കേട്ടോ. പുക വലിക്കുന്നതും വലിക്കാതിരിക്കുന്നതും അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, പുക വലിക്കുന്ന ഓരോരുത്തരുടെയും ലങ്സ് അതൊരു ഉണങ്ങിയ ചെടി പോലെയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവർക്ക് ഒരവസരം കൂടി ബാക്കിയിരിക്കുന്നുണ്ട്. അതാരും മറക്കരുത്.